أعوذ بالله من الشيطان الرجيم قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون ثم يوم القيامة يخزيهم ويقول أين شركائي الذين كنتم تشاقون فيهم قال الذين أوتوا العلم إن الخزي اليوم والسوء على الكافرين. സൂറത്തുൽ നഹ്ൽ 26-27 ആയത്തുകളാണ്. അവർക്ക് മുമ്പുള്ളവരും ഈ സത്യത്തെ അഥവാ ഈ സത്യദീനിനെ തോൽപ്പിക്കുവാൻ പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ കുതന്ത്രങ്ങളെയൊക്കെ അള്ളാഹു വേരോടെ പിഴുതെറിഞ്ഞു. അതിൻ്റെ മേൽപ്പുര അവരുടെ തലയിൽ തന്നെ ആപതിച്ചു. ഇനി അന്ത്യനാളിൽ അവരെ നിന്ദ്യരും നീചരുമാക്കിയിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ സത്യത്തിനെതിരിൽ അഥവാ ഈ സത്യദീനിനെതിരിൽ പോരാടിക്കൊണ്ടിരുന്ന എൻ്റെ പങ്കാളികളാണെന്ന് നിങ്ങൾ വാദിച്ചിരുന്നവരൊക്കെ ഇന്നെവിടെ? അപ്പോൾ ദുനിയാവിൽ വെച്ച് യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവരൊക്കെ വിളിച്ചു പറയും, ഇന്ന് നിന്ദ്യതയും ദോഷവും ദൗർഭാഗ്യവുമൊക്കെ സത്യനിഷേധികർക്ക് തന്നെ. ദീനുൽ ഇസ്ലാമിനെ പരാജയപ്പെടുത്തുവാനും അതിനെ പിഴുതെറിയുവാനുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക പ്രസ്ഥാനങ്ങളുടെയും ഫാഷിസ്റ്റുകളുടെയും സയൻസത്തിൻ്റെയും ഒക്കെ അനുയായികളോട് പരലോകത്ത് വെച്ച് അള്ളാഹു ചോദിക്കുകയാണ്, ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വിനിയോഗിച്ചത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ. അതിനായി നിങ്ങളെ പ്രേരിപ്പിച്ച, നിങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ നേതാക്കന്മാരും വിശ്വഗുരുക്കന്മാരുമൊക്കെ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ കാണുന്നില്ലല്ലോ. അവർക്ക് എവിടെ പോയി? അള്ളാഹുവിൻ്റെ ഈ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോവുകയാണ് ആ ധിക്കാരികൾ. ഒരു മറുപടിയും അവർക്ക് പറയാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ ദുനിയാവിൽ വെച്ച് സത്യവിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ, വിശുദ്ധ ഖുർആനെ അംഗീകരിച്ചതിൻ്റെ പേരിൽ, പ്രവാചകനനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ ധാരാളം മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്ന ആ സത്യവിശ്വാസികൾ വിളിച്ചു പറയുകയാണ്, നമ്മെ ആക്ഷേപിച്ചവരും പീഡിപ്പിച്ചവരുമൊക്കെ ഇപ്പോഴിതാ നിന്ദ്യമായ ദൈവിക ശിക്ഷയ്ക്ക് വിധേയമായിരിക്കുന്നു. ഇസ്ലാം അവതരിപ്പിക്കുന്ന ജീവിത വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി മനുഷ്യർ കണ്ടുപിടിച്ച പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നൊന്നായി തകർന്നടിഞ്ഞ ചരിത്രമാണുള്ളത്. കമ്മ്യൂണിസവും സോഷ്യലിസവും മുതലാളിത്തവും സെക്യുലറിസവും സിയോണിസവും നാസിസവും ഫാഷിസവും ഒക്കെ തന്നെ പരാജയപ്പെടുകയാണുണ്ടായത്, നശിച്ചു പോവുകയാണുണ്ടായത്. ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു പദ്ധതിയും ഒരു മാർഗവും കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ലോകാവസാനം വരേക്കും ഉള്ള ഏതൊരു മനുഷ്യ സമൂഹത്തിനും നേർവഴി കാണിച്ചു കൊടുക്കുവാൻ, ശാന്തിയോടെയും സമാധാനത്തോടും കൂടി ദുനിയാവിൽ ജീവിക്കാൻ, അവരുടെ ജീവിതത്തിൻ്റെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇസ്ലാമിന് മാത്രമേ കഴിയൂ. അത് ചരിത്രം തെളിയിച്ചിട്ടുള്ളതും കൂടിയാണ്. വാഹുദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.